ആത്മബന്ധോ. പ്രഭാതം. ഒരു ദിവസം ആരംഭിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും എത്ര വിശേഷപ്പെട്ട വ്യക്തികളാണ് എന്ന്, നമ്മളുടെ ഈ മനുഷ്യാവസ്ഥ, മനുഷ്യജന്മം എത്ര വലിയ പുണ്യമാണ് എന്ന് തിരിച്ചറിയാൻ ഒരു ദിവസം കൂടി. മനുഷ്യൻ ചിന്തിക്കുകയും സ്നേഹിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ലോകത്തെ തന്നെ കീഴടക്കുവാനുള്ള ശക്തി അവനിലുണ്ട് എന്ന് ലോകം കാണുകയാണ്. നമ്മൾ മനസ്സിലാക്കുകയാണ് ഓരോ കാലഘട്ടത്തിലും മനുഷ്യൻ്റെ തലച്ചോറ് ഏതൊക്കെ വിധത്തിലുള്ള കണ്ടുപിടുത്തങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു എന്ന്. ആ മനുഷ്യരിൽ ഒരാളല്ലേ ഞാനും? അതെ, നമ്മളും അതിലൊന്നു തന്നെയാണ്. അത്രയ്ക്ക് ശക്തിയുള്ള, അത്രയ്ക്ക് ചിന്താശക്തിയുള്ള മനുഷ്യജന്മം. ഈ മനുഷ്യജന്മത്തെ അനുഗ്രഹീതമാക്കുവാൻ, ഒരു പ്രഭാതത്തെ നന്നായി വരവേൽക്കുവാൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റാൽ ആദ്യം നിങ്ങൾ എന്താണ് ചെയ്യുക? പലപ്പോഴും മൊബൈൽ തപ്പിയെടുക്കാവും ആദ്യം ചെയ്യുക. മൊബൈൽ എടുത്തു കഴിഞ്ഞാലോ പിന്നെ നമ്മൾ അറിയാതെ വാട്സാപ്പിലേക്ക്, സോഷ്യൽ മീഡിയയിലേക്ക്, അവിടെ നിന്ന് നമ്മളിലേക്ക് നിർബന്ധമായി നൽകുന്ന ചിന്തകളിലേക്ക് ഒക്കെ നമ്മൾ അറിയാതെ കടക്കും. എന്നാൽ പ്രഭാതത്തിൽ ഉണരുന്ന ആദ്യത്തെ നിമിഷത്തിൽ നമ്മൾ ചെയ്യേണ്ടത് സുഖകരമായ ഒരു ദീർഘനിശ്വാസം എടുക്കുകയാണ്. ഉള്ളിലേക്ക് സുദീർഘമായൊരു ശ്വാസവും പുറത്തേക്കും അതുപോലെ തന്നെ. ശ്വാസത്തിൻ്റെ ഗമനാഗമനങ്ങളിൽ നമ്മൾ കടപ്പാടുള്ളവരാകുന്നു. ഈ പ്രകൃതിയിൽ, ഈ പ്രപഞ്ചത്തിൽ ഒരു ദിവസം കൂടി ജീവിക്കുവാൻ കിട്ടി എന്നതിൻ്റെ വലിയ സന്തോഷത്തെയാണ് നമ്മളപ്പോൾ പങ്കുവെക്കുന്നത്. ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ട് അടുത്ത നിമിഷം, ആ നിമിഷത്തിൽ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് എന്നാലോചിക്കാം. അതായത് മൊബൈലിലേക്ക്, ഒരു ദിവസത്തിൻ്റെ തിരക്കിലേക്ക് ഒക്കെ നമ്മൾ ഉണർന്നെഴുന്നേൽക്കുന്നതിന് മുന്നേ ആദ്യം കണ്ണുകൾ തുറന്ന ഉടനെ ചിന്തിക്കുക, ഞാനിപ്പോൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. അത്ഭുതമെന്ന് പറയട്ടെ, നമ്മൾ നമ്മുടെ ചിന്തയിലേക്ക് ചിന്തയെ കൊടുത്താൽ, അല്ല എങ്കിൽ നമ്മുടെ ചിന്തയെ തന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ അത് മെല്ലെ മെല്ലെ ഇല്ലാതെയാകുന്നത് കാണാം. ഈ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഞാൻ എൻ്റെ ചിന്തകളെ നന്നായി വിശ്വസിക്കുക. ആ ചിന്തകൾ എനിക്ക് ഗുണമേ ചെയ്യുള്ളൂ എന്നുറപ്പിക്കുക. ആ ചിന്തകളെ പേർത്തും പേർത്തും ആലോചിക്കുക. അതിലുള്ള ദുഃഖങ്ങളെ, ആശങ്കയെ, ഭയത്തെ ഒക്കെ പുറത്തേക്ക് കളഞ്ഞുകൊണ്ട് ആ ചിന്തയെ വീണ്ടും വീണ്ടും മനസ്സിലുറപ്പിച്ചുകൊണ്ട് പറയുക, ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു, അനിതര സാധാരണമായ അനുഭൂതികളിൽ വിശ്വസിക്കുന്നു. ജീവിതത്തിൽ മിറാക്കിൾസ് സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നീ പ്രഭാതത്തിൽ എടുത്ത ചിന്തകളിലെ ദോഷകരമായതെല്ലാം പുറത്തേക്ക് കളയുവാനും ആ ചിന്തയിലെ ഗുണകരമായതിനെ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള ശക്തി, ആ അത്ഭുതം, ആ അതീന്ദ്രിയമായ കഴിവ് എന്നിൽ തന്നെയുണ്ട് എന്നുറപ്പിക്കാം. എന്നെ നന്നായി വിശ്വസിക്കുക. എന്നെ എന്ന് പറഞ്ഞാൽ അവനവനെ തന്നെ കേട്ടോ. അവനവനെ തന്നെ വിശ്വസിക്കാൻ എളുപ്പമല്ലേ? നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമാണോ? ട്രസ്റ്റ് എന്നതാണ് ഏറ്റവും വലിയ ശക്തി. ഭയത്തെ ഇല്ലാതെയാക്കുന്നത് ട്രസ്റ്റാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ, ഏത് വലിയ അപകട സാന്നിധ്യങ്ങൾ വന്നാലും കുഞ്ഞുങ്ങൾ വേഗം അമ്മയെ എന്ന് വിളിക്കുന്നത്, അമ്മയ്ക്കരികിലേക്ക് ഓടിയെത്തുന്നത് എന്തുകൊണ്ടാണത്? ആ അമ്മയിൽ അവർക്കുള്ള വിശ്വാസമാണത്. അതേ വിശ്വാസം, ആ ട്രസ്റ്റ് അവനവനിൽ നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ? വളർന്നു വളർന്നു വരുമ്പോൾ നമ്മളിൽ തന്നെ വിശ്വസിക്കുന്നവരായി, നമ്മുടെ ചിന്തകളെ വിശ്വസിക്കുന്നവരായി, നമ്മളുടെ ജീവിതത്തിലെ ആ മഹാത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കുമെങ്കിൽ തീർച്ചയായും ഈ ദിവസമെന്നല്ല, വരും ദിവസങ്ങളെല്ലാം നമുക്കുള്ളതാണ്. ഇന്ന് വരാനിരിക്കുന്നത് മുഴുവനും നല്ലതാണെന്ന് തീരുമാനിച്ചോളൂ. ആ തീരുമാനം നമുക്ക് രാവിലെ തന്നെ എടുക്കാമല്ലോ. രാവിലെ നമ്മൾ നമ്മളോട് തന്നെ പറയുക, നോക്കൂ, ഈ ജീവിതം മഹത്തരമായ ഒരവസരമാണ്. എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്.
മാത്രമല്ല, ഇതുവരെ വന്നതിലും നല്ലതാണ് ഇനി വരാനിരിക്കുന്നത്. അത് എനിക്ക് വിശ്വാസമാണ്. എന്നെ ഞാൻ വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. ഇത്രയും കാര്യങ്ങളായിരിക്കട്ടെ ഒരു ദിവസത്തിൽ ഉണർന്നെഴുന്നേറ്റാൽ ആദ്യം നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത്. എന്തൊക്കെ നമുക്ക് ചെയ്യാനാകില്ല എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാതെ, എന്തൊക്കെ നമുക്ക് ലഭിച്ചില്ല എന്നതിനെക്കുറിച്ച് ആലോചിക്കാതെ, എന്തൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വ്യാകുലപ്പെടാതെ, എന്താണ് എനിക്ക് ചെയ്യാനുള്ളത്, എനിക്ക് സാധിക്കുന്നത്, അതിനെക്കുറിച്ച് മാത്രം ആലോചിക്കാം. സാധിക്കും എന്ന് വീണ്ടും വീണ്ടും മനസ്സിനോട് പറയുക. നമ്മുടെ ചിന്തകളെ വിശ്വസിച്ച് പ്രഭാതത്തിൽ ആദ്യം കടന്നു വന്ന ആ ചിന്ത നമുക്ക് നല്ലത് കൊണ്ടുവരും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഉണർന്നെഴുന്നേൽക്കുക. ജീവിതത്തെ സധൈര്യം ആത്മവിശ്വാസത്തോടുകൂടി നേരിടുക. ഒപ്പം ചുറ്റുമുള്ള എല്ലാ ജീവികളോടും സഹജീവികളോട് കരുണയും സ്നേഹവും പ്രകടിപ്പിക്കുക. കരുണയും സ്നേഹവും ഉള്ളിലുണ്ടാകേണ്ടത് മാത്രമല്ല, പ്രകടിപ്പിക്കുവാൻ കൂടി വേണ്ടിയുള്ളതാണ്. അപ്പോൾ പ്രഭാതത്തിലെ ആദ്യത്തെ നിമിഷത്തിൽ നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ചുറ്റുമുള്ള ഈ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുക. ഇന്നത്തെ എൻ്റെ ഈ ദിവസം കൊണ്ട് ഒരാൾക്കെങ്കിലും ഒരു സഹായം ചെയ്യണം എന്ന് തീരുമാനിക്കുക. ഇന്നത്തെ ഈ ദിവസത്തിൽ ഒരാളെയെങ്കിലും ഒന്ന് പ്രശംസിക്കണം. അയാൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെ നല്ല അഭിപ്രായങ്ങൾ നൽകാൻ സാധിക്കണം. ഇന്ന് മറ്റൊരു വ്യക്തിക്കെങ്കിലും ആത്മവിശ്വാസം പകർന്നു കൊടുക്കാൻ സാധിക്കണം. ഇന്ന് ഒരാളിലേക്കെങ്കിലും ജീവിച്ചിരിക്കേണ്ടതിൻ്റെ ആവശ്യകത, ജീവിതം എന്നതിൻ്റെ പ്രാധാന്യം, അത് മനസ്സിലാക്കി കൊടുക്കുവാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു വാക്ക്, എന്തെങ്കിലും ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യാൻ സാധിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് വേണം ഉണർന്നെഴുന്നേൽക്കുവാൻ. മറ്റൊരാളെ സഹായിക്കുവാൻ, മറ്റൊരാളെ പ്രോത്സാഹിപ്പിക്കുവാൻ, മറ്റൊരാൾക്ക് നല്ല പ്രേരണകൾ നൽകുവാൻ ഒരവസരമുണ്ടായാൽ ഓർക്കുക, നമ്മൾ മറ്റൊരാളെ സഹായിക്കുകയല്ല, നമ്മൾ നമ്മളെ തന്നെ സഹായിക്കുകയാണ്. മറ്റൊരാൾക്ക് സ്നേഹം നൽകാനാകുമ്പോൾ അത് നമ്മളെ തന്നെ ഉണർത്തുന്ന, ഈ പ്രപഞ്ചത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനാകുന്ന, ഈ പ്രപഞ്ചം നമ്മളോട് സംവദിക്കുന്ന ചില അപൂർവ നിമിഷങ്ങൾക്ക് നമ്മൾ നമ്മളെ തന്നെ പാത്രീഭവിപ്പിക്കുകയാണ്. നമ്മൾ നമ്മളെ തന്നെ തയ്യാറാക്കുകയാണ്. അവരവരെക്കുറിച്ച് ഓർത്താൽ പിന്നെ മറ്റൊരാളെക്കുറിച്ച് സ്നേഹത്തോടെ ചിന്തിക്കുവാനുള്ള കഴിവ് നമ്മൾ നിലനിർത്തിയാൽ നമ്മൾ യഥാർത്ഥ മനുഷ്യരാവുകയാണ്. മനുഷ്യർ എന്ന ഗുണം നമ്മിലേക്ക് നിറഞ്ഞു നിറഞ്ഞു വരികയാണ്. അതുകൊണ്ട് സ്വയം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. ഒപ്പം ഈ പ്രപഞ്ചം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ ആ സ്വീകരിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരംശം പകർന്നു കൊടുക്കുക ഈ ലോകത്തിലേക്ക്, ഈ പ്രപഞ്ചത്തിലേക്ക്, നമുക്ക് ചുറ്റുമുള്ള പക്ഷികളിലേക്ക്, ചെടികളിലേക്ക്, മൃഗങ്ങളിലേക്ക്, മനുഷ്യരിലേക്ക്. ആത്മബന്ധു, ഇന്നൊരു നല്ല ദിവസമായിരിക്കട്ടെ.